ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 3 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പീസസാണ് ഇത്. ഞാൻ കറി പീസിനാണ് വാങ്ങിയത്. അപ്പോൾ ചിക്കൻ ബിരിയാണി വെക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ വെക്കുന്നതേ ഉള്ളൂ. വലിയ പീസായിട്ടാണ് നമ്മൾ ഇടാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 ടീസ്പൂൺ വിനാഗിരിക്കകത്തും 1 ടീസ്പൂൺ ഉപ്പിനകത്തും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയിലിട്ട് നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ അതിനെ ഇത് ചെയ്ത് വെച്ചു, മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ വറക്കാനിട്ടതാണ് ഞാനിത്. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, തിരിച്ചു മറിച്ച് വിട്ടൊന്ന് മീഡിയം ഫ്രൈ ചെയ്ത് നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ എന്തൊക്കെയാണ് ബിരിയാണിക്ക് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 7 സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 4 സവാള നമ്മൾ ചിക്കനകത്ത് അരിഞ്ഞിടാനും അതുപോലെ തന്നെ 3 എണ്ണം റൈസിനകത്ത് ഫ്രൈ ചെയ്തിടാനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം. പച്ചമുളകൊക്കെ നമ്മൾ ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത്. അത് ഒത്തിരി പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ട, ചതച്ചരച്ചാൽ എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാലയാണ് മസാലപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ സ്പൈസസ് എടുത്തിരിക്കുന്ന പട്ട എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇടാനായിട്ട്. പിന്നെ ഏലക്കായും ഗ്രാമ്പൂവും സ്റ്റാർ, കുരുമുളക് മണി, ഇതെല്ലാം നമ്മൾ ചോറിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കിസ്മിസ് എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ചോറ് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ആ സ്പൈസസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ, അതുപോലെ തന്നെ കുരുമുളക് മണി, ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ ചിക്കൻ സ്റ്റോക്കും ഒരു പൈനാപ്പിൾ എസൻസും കൂടെ എടുത്തിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. ആ പൈനാപ്പിൾ എസൻസ് നമ്മൾ 1 ടീസ്പൂൺ ഒഴിക്കണം. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ നെയ്ക്കകത്ത് സ്പൈസസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിക്കാറുള്ളത്. കറക്റ്റ് വേവാണ്. നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ കുതിർത്ത് വെച്ച അരി ഇടുക. ബസുമതി അരിയാണ്, 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്ന അരി. അത് 3 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ട് 4.5 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. കറക്റ്റ് അരിക്ക് വേവ് ഇത് മതിയാവും. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇത് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് നമ്മൾ ഏറ്റവും സിമ്മിലിട്ടിട്ട് നമ്മളത് അടച്ച് വയ്ക്കുക. അരി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒരുപാടൊന്നും കുഴഞ്ഞ് പോയിട്ടില്ല, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മളിത് അടച്ച് വയ്ക്കരുത്. അടച്ച് വെച്ചാൽ ഒന്നുകൂടെ വെന്ത് പോകും. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസിന് വറുത്തിടാനും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി 1 എടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തൈര് എടുത്തിട്ടുണ്ട്, പുളിയില്ലാത്ത തൈരാണ്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാഷ്നട്ട് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്, കിസ്മിസും ഉണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഓയിൽ എടുത്തിരിക്കുന്ന വേറെ ഓയിൽ ഒഴിച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് എടുത്തിരിക്കുന്നത്. വേറെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞിടണം. സവാള ചേർക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെയുള്ള പേസ്റ്റ് ചേർക്കുക. അത് നന്നായിട്ട് പച്ചമണം പോകുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. മസാലപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അത് വഴന്നു വരുമ്പോഴേക്കും തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, 1 ടീസ്പൂൺ നെയ്യ്. പിന്നെ നമ്മൾ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ട് പിടിക്കണം. അതിൽ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം
ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കറി റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ അടച്ചു വെക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഫ്രൈങ് പാനിലേക്ക് സവാള വറക്കാൻ വെച്ചിട്ടുണ്ട് റൈസിലിടാൻ വേണ്ടിയിട്ട്. അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാഷ്നട്ടും കിസ്മിസും കൂടെ വറുത്തിടാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതും നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു. അതിനാവശ്യത്തിന് കിസ്മിസും കാഷ്നട്ടും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഈ ചിക്കൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇട്ട് കൊടുത്തു കറിയുടെ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നിരത്തി കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടും ഒക്കെ ഇട്ട് മല്ലിയിലയും കൂടി ഇട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ചിക്കൻ്റെ പീസസും കറിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ട് അത് സിമ്മിൽ ഒരു 10-15 മിനിറ്റ് ഇരിക്കണം. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ